അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു കല്യാണച്ചോറ്, അതായത് നെയ്ച്ചോറിൻ്റെ റെസിപ്പി നോക്കാം. ഒരു 70 kgക്കാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ പാത്രമൊക്കെ അടുപ്പി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് സവാള പച്ചയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, കുറച്ച് ഡാൽഡ. നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് സൺഫ്ലവർ ഓയിൽ, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള റൈസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ച് എടുക്കാം. നമുക്ക് കുറേ നേരം കഴിയുമ്പോൾ ദം ഇടാറാവുന്ന സ്റ്റേജിൽ വന്നിട്ട് നമുക്ക് അതിലേക്ക് റോ ആയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിൾ, ക്യാരറ്റ്, കാഷ്യൂനട്ട്, മുന്തിരി, പിന്നെ അതിൻ്റെ ഒരു മിക്സ്, തക്കാളി, എല്ലാത്തിൻ്റെയും മിക്സും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ദമ്മിലിട്ടിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്താൽ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെഡിയാവും. വളരെ ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ റോ ആയിട്ട് ചെയ്തേക്കുന്ന പൈനാപ്പിൾ, അതുപോലെ തക്കാളി, ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഓയിലും അതുപോലെ ആവശ്യത്തിനുള്ള നെയ്യും ഡാൽഡയും ഇവിടെ രണ്ടും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പാർട്ടിക്കാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നെയ്യ് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ദമ്മിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്.